ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പ്രിങ്കിൾ സ്കാൻ വെച്ചുള്ള 3 ക്രാഫ്റ്റ് ഐഡിയാസ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്രാഫ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി പ്രിങ്കിൾ സ്കാൻ ബ്രൗൺ കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അക്രിലിക് പെയിൻറ്റ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഗോൾഡൻ യെല്ലോ പെയിൻറ്റ് വെച്ച് ഇതുപോലെയുള്ള ഡിസൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഡിസൈൻ കണ്ടിട്ട് മനസ്സിലായോ എന്നറിയില്ല. ഇത് ജിറാഫിൻ്റെ ബോഡിയിലുള്ള ഡിസൈനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി നമുക്ക് ജിറാഫിൻ്റെ തലയുടെ ഷേപ്പ് ഒന്ന് കാർഡ്ബോർഡിൽ വരച്ചിട്ട് വെട്ടിയെടുക്കാം. എന്നിട്ട് അതിലൊന്ന് പെയിൻറ്റ് ചെയ്യാം. ചെറിയ ചില ഡീറ്റെയിലിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് റൗണ്ട് കൂടിപ്പോയിട്ടുണ്ട്. കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു ഫേസ് വരേണ്ടത് കേട്ടോ. ഗൂഗ്ലി ഐസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തല ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ പ്രിങ്കിൾ സ്കാനിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ജിറാഫ് പെൻ ഹോൾഡർ. ഇനി നമുക്ക് നെക്സ്റ്റ് ഐഡിയ നോക്കാം. അതിനുവേണ്ടി 2 പ്രിങ്കിൾസിൻ്റെ ക്യാൻ വേണം. അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡാർക്ക് പിങ്ക് കളർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഡോട്ടിംഗ് ടൂള് വെച്ച് പോൾക്ക ഡോട്ട്സ് വരച്ചു കൊടുക്കുകയാണ്. ഡോട്ടിംഗ് ടൂൾ ഇല്ലെങ്കിൽ ഇയർബഡ്സ് ആണെങ്കിലും മതി. അപ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കുറച്ച് ഡോട്ട്സ് ഭംഗിക്ക് കുറച്ച് ഡിസൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യം ഒരു വുഡൻ പീസാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു പിക്ചറിൻ്റെ ഒരു ഫ്രെയിമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വുഡൻ പീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് കട്ടിയിൽ ഒട്ടിച്ച അതാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് വൈറ്റ് പെയിൻറ്റ് ഒന്ന് ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു നല്ലൊരു പേസ്റ്റൽ പിങ്ക് കളർ ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫുൾ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രിങ്കിൾ സ്കാനിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രിങ്കിൾസിൻ്റെ ക്യാൻ ഒന്ന് വെച്ചിട്ട് ആ റൗണ്ട് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 സൈഡിലുമായിട്ട്. അപ്പോൾ ഏകദേശം എവിടെ വേണം എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റത്തുനിന്ന് കുറച്ച് വിട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത അവിടെ ഫ്ലെക്സ് ക്വിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാ സ്റ്റേഷനറി കടകളിലും വാങ്ങാൻ കിട്ടും. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ്. അപ്പോൾ കയ്യിലാവാതെ ശ്രദ്ധിക്കണം. ഗ്ലൂ ഗണ്ണിനെക്കാട്ടിലും നല്ലത് ഇത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പ്രിങ്കിൾസിൻ്റെ ക്യാൻ അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാർക്ക് ചെയ്ത ആ റൗണ്ടിൻ്റെ കുറച്ച് ഉള്ളിലായിട്ട് വേണം ഫ്ലെക്സ് ക്വിക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇതൊരു നല്ലൊരു ഓർഗനൈസർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേബിൾ ടോപ്പിലുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഈ സ്റ്റാൻഡ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റത്തെ പ്രിങ്കിൾ സൈഡിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഈ പ്രിങ്കിൾ സ്കാൻ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പിങ്ക് കളറിലുള്ളൊരു പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ ആദ്യം അപ്ലൈ ചെയ്തിട്ട് ഈ ഷീറ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. താഴെ എക്സ്ട്രാ വരുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പ്രിങ്കിൾ സ്കാനിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിൻ്റെ അളവിൽ 2 റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം. അതിൽ ഒരു റൗണ്ട് എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മറ്റേ റൗണ്ട് എടുത്തിട്ട് നമ്മുടെ അടപ്പ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പ് എടുക്കുന്നുണ്ട്. അതിലും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പിങ്ക് ഷീറ്റ് വെച്ചിട്ട്. മുകളിലത്തെ പോലെ തന്നെ സൈഡും പിങ്ക് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. ചെറിയൊരു വീതിയിൽ മതി. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത ബോട്ടിൽ ക്യാപ്പ് ഇനി ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ. ഇനി ഫൈനലി ഗൂഗ്ലി ഐസ് കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് അത് ഒട്ടിക്കുന്നത്. ഇവിടെ ഇതുപോലെ 2 ഡോട്ടും കൂടെ ബ്ലാക്ക് കളറിൽ വരച്ച് കൊടുക്കാം.
അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ, ഒരു പിഗ്ഗി ബാങ്കാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഈ അടപ്പ് നമുക്ക് പ്രിങ്കിൾസിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ അത് കുറച്ച് ഗ്ലൂ ഗൺ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ, കാരണം ഇതൊരു പിഗ്ഗി ബാങ്ക് അല്ലേ, എളുപ്പം എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ 2 പേപ്പർ പിന്ന് 2 വശത്തുമായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിഗിൻ്റെ ഒരു ചെവി പോലെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഫേമായിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഫൈനലി നമ്മുടെ പിഗ്ഗി ബാങ്കിന് ഒരു സ്റ്റാൻഡ് വേണം. അതിന് വേണ്ടി 4 സ്ക്രൂ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ താഴെയായിട്ട് 4 സൈഡിലായിട്ട് ഒന്ന് കുത്തി തുളച്ച് കയറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ ആദ്യം എടുത്ത സ്ക്രൂ മാറ്റി ചെറിയ സ്ക്രൂ ആക്കിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ സ്റ്റാൻഡും അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്തോ ഒരു ക്യൂട്ട്നെസ് കുറവാന്ന് തോന്നിയുകൊണ്ട് കവിളിലും ചെവിയിലും ഇങ്ങനെ പിങ്ക് കളർ മാർക്കർ പെൻ വെച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിഗ്ഗി ബാങ്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.